എന്റെ ചോര തിളയ്ക്കുന്നു. ആശാവർക്കർമാർക്കൊപ്പമുള്ള ചർച്ച തുടരുകയാണ്. വരൂ, നമുക്ക് ഡൽഹിയിൽ പോയി സമരം ചെയ്യാം, ഞാനുമുണ്ട് കൂടെ എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോൾ ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഡൽഹിയിൽ പോയിരുന്നു അല്ലേ? എപ്പോ? 2019 ജനുവരിയിൽ ഞങ്ങളുടെ സംഘടന ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് 26 പേര് അവിടെ പങ്കെടുത്തു. സമരത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇൻസെന്റീവ് 2000 രൂപ അന്ന് കേന്ദ്ര സർക്കാർ അനുവദിച്ചു തന്നത്. അതേക്കുറിച്ചാണ് ആനി രാജ പറഞ്ഞത്. ഈ സമരം ശരിയായ സമരമാണെന്ന് പറഞ്ഞ ആനി രാജ അതുകൊണ്ടാണ്. അതാണ് അവർക്കറിയാം. നമ്മൾ അന്ന് അവിടെ ആ മൈതാനത്ത് നിറഞ്ഞു കവിഞ്ഞ ജനങ്ങളായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഇതിനു വേണ്ടി ഇൻസെന്റീവ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ കേന്ദ്രത്തിൽ പോയത്. മന്ത്രി പറയും പോലെ മന്ത്രി വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും പോകാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങളെ കൂടെ അവിടെ ഇരിക്കണം, മന്ത്രിയെ ഞങ്ങൾ അവിടെ ഇരിക്കണം, ഞങ്ങളെ ചെലവും നോക്കണം. എങ്കിൽ ഞങ്ങൾ കൂടെ പോയി അവിടെ ചെന്ന് കേന്ദ്രത്തോട് സമരം ചെയ്ത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. നമുക്കൊരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാതെ നമ്മുടെ സംഘടനയുടെ ബലത്തിലാണ് ഞങ്ങൾ അവിടെ പോയതും ഈ 26 പേര് ഞങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്തതും അതിനുശേഷമാണ് നമുക്ക് ഈ 2000 രൂപ ഇൻസെന്റീവായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോ CITU സമയത്ത് നിങ്ങൾക്കൊപ്പം ഉണ്ട്? ഇല്ല, അപ്പോഴില്ലായിരുന്നു. ഇല്ല, നമ്മുടെ സംഘടനയും അതിനോടൊപ്പമുള്ള വേറെ രാജ്യത്തുള്ള എല്ലാ ആശാ വർക്കേഴ്സും പങ്കെടുത്തുകൊണ്ടുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആശാ വർക്കേഴ്സ് സംസ്ഥാനത്തുള്ളവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു അന്ന് 2019 ജനുവരിയിൽ ഞങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ശരി, പോയിരുന്നു. ഡൽഹി പോയിരുന്നു 2019 ജനുവരിയിലാണ്. മറ്റുള്ള എല്ലാ സ്റ്റേറ്റുകളുടെയും ആശാ വർക്കർമാർ അന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പാർലമെന്റ് മാർച്ച് ഞങ്ങൾ നടത്തുകയും ഞങ്ങളുടെ സംഘടനയുമായിട്ടാണ് പോയത്. ഞങ്ങൾ വേറൊരു സംഘടനയിലും മെമ്പേഴ്സ് അല്ല, ഞാൻ വേറൊരു സംഘടനയിലും മെമ്പേഴ്സ് അല്ല, ആശാ ഹെൽത്ത് വർക്കേഴ്സ് യൂണിയന്റെ മെമ്പറാണ് ഞാൻ. അന്ന് തൊട്ട് 2007 ഞാൻ ആശാ വർക്കറായിട്ട് കയറിയത്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്ത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ അവർക്ക് ഗ്യാസ് തീർന്നെന്ന് വിളിച്ച് പറയും, അത് ഞങ്ങൾ കൊടുക്കണം, എവിടെന്നെങ്കിലും ഒപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് ആഹാര സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങിച്ചോണ്ട് കൊടുത്തു. റേഷൻ കടയിൽ നിന്ന് അരി വരെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ സമയത്ത്. അവർക്ക് വേണ്ടി എല്ലാ സമയവും അവർക്ക് വേണ്ടി തന്നെയാണ് അന്ന് ജീവിച്ചത്. കിടപ്പ് രോഗിയായ എന്റെ അമ്മയെ പോലും പരിചരിക്കാനുള്ള സമയം എനിക്ക് അന്നില്ലായിരുന്നു. അത്രയ്ക്ക് ഫീൽഡിൽ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് ഞങ്ങളുടെ ശമ്പളം അല്ല ഞങ്ങൾ നോക്കിയത്, മനുഷ്യരെയാണ് നോക്കിയത്, മറ്റുള്ള വ്യക്തികളെയാണ് നോക്കിയത്. ഇന്ന് ഞങ്ങൾക്ക് അത് വെച്ച് നോക്കുമ്പോൾ ജീവിക്കാൻ വകയില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വന്ന് നഷ്ടപ്പെട്ടു. ഒത്തിരി കാശ് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വന്നു. അത് കൊടുത്തിട്ട് പറഞ്ഞല്ല, ഞാൻ പറയുന്നതാണ് എന്റെ അവസ്ഥ. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. ഞങ്ങൾ ഈ 233 രൂപ വെച്ച് എങ്ങനെ ജീവിക്കും? ഈ സമൂഹത്തിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് വണ്ടിക്കൂലി കൊടുക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം, ഞങ്ങളുടെ രക്ഷിതാക്കള് മാതാപിതാക്കളെ നോക്കേണ്ട കടമയും ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഫോണിന് 200 രൂപയാണ് തരുന്നത് അല്ലേ? അതെ, അതിപ്പോ കുറച്ച് നാളുകളൊക്കെ ആയതോളം കുറച്ച് നാളുകളാണ് തന്നത്. അതിന് മുന്നേ എങ്ങനെയാ? അതിനു മുമ്പേ തന്നിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ തന്നെയായിരുന്നു അത്. ഞങ്ങൾക്ക് സർവകൾ വരും. ഈ സർവകൾക്ക് പുറമെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യണം. ക്ലോറിനേഷൻ ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പമാണ് ഈ LCDC സർവേ, ലെപ്രസിയുടെ സർവേ വരുന്നു. അടുത്ത ഞങ്ങൾക്ക് പിന്നെ ഈ ക്യാൻസർ സ്ക്രീൻ ആളുകളെ കൂട്ടുന്നു. അതുപോലെ ഓരോ സർവകളും ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കില്ല, ഓരോ സർവകൾ. അപ്പൊ ഞങ്ങൾ ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കും പോലും പലപ്പോഴും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. കാരണം ഞങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാകും. കാരണം ഞങ്ങളുടെ അവസ്ഥ കൊണ്ട് പോകണം, ഞങ്ങൾ ചെയ്തല്ലേ പറ്റും. ഞങ്ങൾ ഏറ്റവും ജോലി ചെയ്യണം. പക്ഷെ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് മിനിമം വേതനം തരാമല്ലോ സർക്കാരിന്. ഏതെല്ലാം വകകളിൽ അവർ പൈസ ചെലവാക്കുന്നു. പക്ഷെ അർഹരായ ഞങ്ങളെപ്പോലുള്ള സാധു സ്ത്രീകൾ അവർ അംഗീകരിച്ചുകൂടെ? സ്ത്രീകളെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഈ സമരം നടത്തുന്നത്. അപ്പം 21,000 രൂപ ഞങ്ങൾക്ക് വേതനമായിട്ട് തരിക, അത് തന്ന് ഞങ്ങൾക്ക് പെൻഷന് പിരിഞ്ഞു പോകുന്ന എന്റെ PHS തന്നെ 5ഓളം പേരുണ്ട് 60 വയസ്സ് കഴിഞ്ഞവര്. അപ്പൊ അവരിറങ്ങിപ്പോകുമ്പോൾ അവരെ വെറുതെ ഇറക്കി വിടാൻ പറ്റൂല. നാളെ ഞങ്ങളും ആ അവസ്ഥയിൽ വരെയല്ലേ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിന് ഉറപ്പാവാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല. ഇതിപ്പോ നിങ്ങൾ ഡൽഹി പോയപ്പോഴേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വരുമ്പോ അവരോട് സംസാരിച്ചിരുന്നു, അവർക്കൊക്കെ എത്രയാണ് കൊടുക്കുന്നത് അറിയാമോ? അവിടെ ഇൻസെന്റീവ് കൂടുതലാണ്, മറ്റു സംസ്ഥാനങ്ങളിൽ ഇൻസെന്റീവ് കൂടുതലാണ്. അതായത് ചേരി പ്രദേശം പോലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് ഇൻസെന്റീവ് കൂടുന്നത്. അപ്പൊ അവിടെ ഇൻസെന്റീവ് കൂടുക. നമ്മൾ അവിടെ സംസാരിച്ച കുറച്ച് പേർക്ക് ആ സംസ്ഥാനങ്ങളിലുള്ളവരോട് സംസാരിച്ചോ അവർക്കൊക്കെ ഇൻസെന്റീവ് കൂടുതലാണ്, ഓണറേറിയം കുറവാണ്. അപ്പൊ ഇൻസെന്റീവ് 10,000 പോലും കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട് അന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ. അപ്പോഴീ ഓണറേറിയം അവിടെ കുറവാണ്. അത് ഈ നിബന്ധനകളില്ല അവിടെ. ഈ നിബന്ധനകളൊന്നും അവിടെ ഇത്രയും ജോലിയും ഇല്ല, ജോലിഭാരവും ഇല്ല. അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വിലക്കയറ്റവും ഇല്ലല്ലോ മാഡം. വിലക്കയറ്റം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യവും ജീവിത നിലവാരത്തിനും വ്യത്യാസമുണ്ട്. ഇവരെന്തിനാണ് നമ്മളെ പേടിക്കുന്നത് എന്നാണ് എനിക്ക് എന്നെ പോലുള്ള എല്ലാവരുടെ സംശയം. എന്തിനാണ് ഇവർ നമ്മളെ പേടിക്കുന്നത്? പല പേരിലും നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംഘടന ശക്തിപ്പെട്ടു വരുന്നത് കൊണ്ടുള്ള അവരുടെ പേടിയാണ് അവർ ഈ ഒരു രീതിയിൽ സമൂഹത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
സമരം പൊളിക്കാനുള്ള പല മാർഗങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെതിരെ നടത്തുന്ന പ്രതികരണങ്ങൾ അത് ഒന്നുകൂടി രൂക്ഷമാവുകയാണ്. അപ്പോൾ ധൈര്യം ചോരുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഒരു ധൈര്യത്തിന് ഒരു കുറവുമില്ല. ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടുന്നവരെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയറിയിട്ട് ഇപ്പം കുറച്ച് നാളായിട്ടുള്ളൂ. കോവിഡ് വന്ന സമയത്താണ് ഞാൻ കയറിയത്. ആ സമയത്ത് ഞങ്ങൾ ചെയ്ത ജോലിക്ക് ഞങ്ങൾ ഇഷ്ടം പോലെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടാൻ, ഞങ്ങളുടെ മനസ്സിന് സന്തോഷമായിരുന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. കാരണം കോവിഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ പേഷ്യൻസിനെ നമുക്ക് അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതെല്ലാം അവർക്ക് ക്ലാസ് കൊടുത്ത് ഞങ്ങൾക്ക് ഫോൺ വിളിയുടെ ബഹളമാണ്. വീട്ടിൽ രാവിലെ തുടങ്ങുന്ന ഫോൺ വിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫോൺ വിളി. ഞങ്ങൾ അവരെ സമാധാനപ്പെടുത്തി, ഞങ്ങളുടെ ഓരോ സേവനം കൊണ്ട് അവർ ആ നാട്ടിലുള്ള ഓരോരുത്തരും ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആ സമയത്ത് ഞങ്ങളെ എന്തുമാത്രം സഹായിച്ചു, ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ മറക്കത്തില്ല, ആ കാര്യം മറക്കത്തില്ല. പക്ഷെ ഞങ്ങൾ ഇതെല്ലാം സന്നദ്ധതയോട് തന്നെയാണ് ചെയ്തത്. നമ്മൾ അവർക്ക് നമ്മുടെ സേവനം നമുക്ക് നാട്ടുകാർക്ക് കൊടുക്കാൻ ഞങ്ങൾ വളരെയേറെ സന്തോഷത്തോടെ തന്നെ ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പം ഞങ്ങൾക്ക് അധിക ജോലി ഭാരം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ജോലി ഭാരത്തിനൊത്ത് വേതനം ഞങ്ങൾക്ക് എന്തുകൊണ്ട് അവർക്ക് തന്നുകൂടാ? ഞങ്ങളിപ്പം ഓരോ പരാമർശങ്ങൾ പറയുന്നത് തൊട്ടിപ്പിരിവിന് അങ്ങനെ പോകുന്നത്. ഞങ്ങളാരും തൊട്ടിപ്പിരിവിന് ഇറങ്ങിയിട്ടില്ല. ഇതാരാണ് പറയുന്നത് തൊട്ടിപ്പിരിവ് എന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഭിക്ഷയാചിച്ചുകൊണ്ടൊരു സമരം ഇതിന്റെ ഭാഗമായിട്ട് നടന്നു. ഈ ബക്കറ്റ് പിരിവ് നടത്തുന്നവരൊക്കെ തന്നെയാണ് ഈ തരത്തിൽ ഈ പിരിവിനെ പരിഹസിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ബക്കറ്റ് പിരിവ് നടത്തിയവരാണ് പറയുന്നത് ഞങ്ങൾ തൊട്ടിപ്പിരിവിന് നടക്കുന്നത്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ അധ്വാനിക്കുന്ന കാശാണ് ഞങ്ങൾക്ക് തരാൻ പറയുന്നത്. ഞങ്ങൾ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ആരുടെ ഔദാര്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഓരോ ദിവസം എന്റെ മക്കൾക്ക് ഇപ്പൊ പരീക്ഷ നടക്കുകയാണ്. ആ മക്കളെപ്പോലും ഞാൻ കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ സമരത്തിനായിട്ട് വന്നിരിക്കുന്നത്. എന്റെ കോവിഡ് ആയിരുന്ന സമയത്ത് എന്റെ മോള് ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. ഞങ്ങള് നാട്ടിലിറങ്ങി പ്രവർത്തിച്ചിട്ട് വീട്ടിന്റെ ബാക്ക് വഴി പോയി കുളിച്ച് ശുദ്ധിയായിട്ടാണ് എന്റെ മകളുടെ അടുത്ത് പോകേണ്ടി വന്നിട്ടുള്ളത്. ആ സമയം അതെല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ തന്നെയാണ് ചെയ്തത്. പക്ഷേ അന്ന് ഓരോ മന്ത്രിമാരായിരുന്നു ഓരോരുത്തരും ആശാപ്രവർത്തകർ കോവിഡ് അതിജീവിച്ച അവര് കോവിഡ് പോരാളികളാണെന്ന് അവര് അന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളെ ഇത്ര ഈ രീതിയിൽ ഇകഴ്ത്തി സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പറയുകയാണ്. സർക്കാർ